ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഞാനൊരു സ്റ്റാറ്റസ് പങ്കുവച്ചിരുന്നു എൻ്റെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എഫ്ബിലൊക്കെ. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അങ്ങേരെ പോലെ ഒരാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങേരും മറ്റേ നമ്മുടെ മുൻ ക്രൂരന്മാരായിട്ടുള്ള പല ഭരണാധികാരികളും ഒരുപോലെയാണെന്ന്. ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്താ കാരണം എന്നറിയോ? അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്തിട്ടുള്ള അറ്റാക്കാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ട എന്താ? ഇറാന്റെ വളർച്ച തടയണം. അതുപോലെ ഇറാന്റെ എണ്ണ ശേഖരം, യുറേനിയം അതൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തൊരു അറ്റാക്ക് നടത്തുകയാണ്. സോ ഓക്കെ, അപ്പൊ ആ അറ്റാക്കിനെ തുരത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഒറ്റയ്ക്കാണ് പടപൊരുതുന്നത്. ഈ പറയുന്ന ഒരുപാട് അറബ് കൺട്രീസ് നമുക്കുണ്ട് മിഡിൽ ഈസ്റ്റില്. സൗദി, UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ എല്ലാം ഉണ്ട്. ഇവരാരും ഇറാന്റെ കൂടെ നിന്നിട്ടില്ല. ഒരു രാജ്യത്തിന്റെ പരമാധികാരവും ഒരു രാജ്യത്തിന്റെ അവരുടെ റിസോഴ്സും നഷ്ടപ്പെടാൻ ഏത് ഭരണാധികാരിയാണ് ആഗ്രഹിക്കുക? ആരും ആഗ്രഹിക്കില്ല. ഇന്ത്യ ആഗ്രഹിക്കും? അങ്ങനെ ഇല്ലല്ലോ. ഇറാന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് എണ്ണ ഖനനം. ഓക്കെ, പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോളിയം, യുറേനിയം. അതിനാർത്തി മൂത്ത് ലോകം കീഴടക്കാൻ. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കക്കും ഇസ്രായേലിനും ലോകം ഭരിക്കാം. അവർക്ക് വേണ്ടതെന്താ? ഇറാൻ ആക്രമിച്ച് ഇതൊക്കെ കൈക്കലാക്കുക എന്നുള്ളത്. അതേസമയം ഇത് അറിഞ്ഞിട്ടും നമ്മുടെ ഈ പറയുന്ന GCC കൺട്രീസ് അമേരിക്കയോട് സഹായം ചോദിക്കുകയാണ്. പക്ഷെ ഇറാൻ ഒരിക്കലും ഈ പറയുന്ന അറബ് കൺട്രീസിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവിടുത്തെ ബേസുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഈ പറയുന്ന കോൺസുലേറ്റ് പോലുള്ള അങ്ങനത്തെ ഓഫീസാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അത് കണ്ടിട്ട് ഇവിടുന്ന് ഒന്നും അറിയാണ്ട് മലക്കം അറിയുന്ന മലയാളീസും ഇന്ത്യക്കാരും ഉണ്ട്. അവർ പറയുന്നത് എന്താ? അലി ഖമേനി വന്നിട്ട്, ആയത്തുള്ള അലി ഖമേനി ഒരു ക്രൂരനായ ഭരണാധികാരിയാണെന്നാണ്. ഒരു രാജ്യവും അവരുടെ വരുമാന സ്രോതസ്സും ഇതും മറ്റുള്ളവരുടെ കാൽക്കീഴിൽ വെക്കാൻ നിൽക്കില്ല. അമേരിക്ക അന്നും ഇന്നും ഓട്ടോക്രാറ്റായിട്ട് അത്രയും ക്രൂരമായിട്ടുള്ള ചിന്താഗതികളുള്ള ലോകം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വേൾഡ് വാർ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കണ്ടതാണ്. ഇപ്പം തേർഡ്. ഓക്കെ, ഇത് തേർഡെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് തേർഡിലേക്കുള്ളൊരു പോവലാണ്. സോ ഇപ്പം നമുക്കൊക്കെ ഒരു പേടിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസികൾ ഒരുപാട് മലയാളീസും നമ്മുടെ ഇന്ത്യക്കാരും എല്ലാ രാജ്യക്കാരും ഈ പറയുന്ന UAE, സൗദി, ഒമാൻ, ഖത്തർ, ബഹ്റൈനിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അറ്റാക്ക് വരുമോ നമുക്ക് പേടിയുണ്ട്. കാരണം ഒരിക്കലും ഒരു മിസൈൽ അറ്റാക്ക് ഒരു പ്രസ്തുത ബേസിനെയോ മറ്റോ ഇതാക്കുമ്പം ഒബ്വിയസ്ലി മറ്റുള്ളവർക്കും പരിക്കുണ്ടാകാം, മറ്റുള്ളവരെ അവർ ബാധിക്കാം. അത് സത്യമാണ്. പക്ഷെ ഇൻ ദ സെൻസ് ഓഫ് ലോജിക് വി ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് എനി കൺട്രി, ഒരു രാജ്യവും അവരുടെ പ്രധാന സ്രോതസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ഈ യുറേനിയവും അതുപോലെ തന്നെ എണ്ണപ്പാടത്തിനും വേണ്ടി അത് കീഴടക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. ഓക്കെ, അതിന്റെ സെൻസിലാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത്. ഇറാൻ പ്രതികരിക്കുന്നു. ഇറാൻ ഒറ്റയ്ക്കാണ് പ്രതികരിക്കുന്നത്. അത് നോക്കണം. ഇപ്പോഴും നേരം വെളുക്കാത്ത ടീംസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് ഖുർആന്റെ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കണം. എന്താണ് ചിന്തിക്കേണ്ടത്? എന്താണ് ലോജിക്ക്? നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഇന്ന് ഹോർമൂസ് കടലിടുക്ക് എണ്ണപ്പാത കനാൽ ഇറാൻ എന്ത് ചെയ്തു? പൂട്ടിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്താ? 37% ഓഫ് പെട്രോളിയം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ എണ്ണക്കനാൽ വഴിയാണ്. സോ അത് അടക്കേണ്ടതുണ്ട്. അത് അടച്ചില്ലെങ്കിൽ ഇറാൻ എന്ത് ചെയ്യും? ഇറാൻ പ്രതികരിക്കണ്ടേ? നമ്മളൊരാൾ വെറുതെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കിയിരിക്കും? ഇല്ലല്ലോ, നമ്മൾ പ്രതികരിക്കണ്ടേ? അതുപോലെ തന്നെ ഇറാനും ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇറാന് ചില പരിമിതികൾ. ഇറാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന GCC കൺട്രീസിലുള്ള അമേരിക്കൻ ബേസിനെ ആക്രമിക്കാനാണ്. പിന്നെ ഒരു കാര്യം, ഈ പറയുന്ന സൗദിക്കും ഇവർക്കൊക്കെ ഫിനാൻഷ്യലി സെറ്റപ്പാണ്, ഡെവലപ്ഡ് ആണെന്നല്ലാണ്ട് ഇവർക്കാർക്കും ആർമി ബേസിലോ നേവി അങ്ങനത്തെ ആർമിയോ പട്ടാള അങ്ങനത്തെ ഇതിലൊക്കെ അവർ ഭയങ്കര വീക്കാണ്. സോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തിരിച്ചറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടായിരിക്കും അവർ അമേരിക്കയുടെ സഹായം ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യേണ്ടിയിരുന്നത് ഇറാന്റെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടത്, എന്നിട്ട് ഒന്നിച്ച് പ്രതികരിക്കാൻ വേണ്ടത്. ഇനിയിപ്പോൾ എല്ലാ GCC കൺട്രീസും അമേരിക്കയുടെ സഹായം തേടി. അമേരിക്ക ഇറാൻ അറ്റാക്ക് ചെയ്തു, ഇനിയിപ്പോൾ കോൺഗർ ചെയ്തു എന്ന് വിചാരിച്ചു. അമേരിക്ക ഇറാൻ പിടിച്ചെടുത്തു. അങ്ങനെ സംഭവിക്കില്ല. സംഭവിച്ചാൽ ഈ പറയുന്ന അമേരിക്ക ബാക്കിയുള്ള GCC കൺട്രീസിലൊക്കെ ഭരിക്കുമല്ലോ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്കൊരു ലോജിക്ക് വെച്ച് മനസ്സിലാക്കണം. സോ നമ്മൾ ഈ സമയത്ത് ഞാൻ മതം പറയല്ലോ കേട്ടോ, ഒരു രാജ്യത്തിന്റെ ഒരു പരമോന്നതികാരം വെച്ചിട്ടാണ് ഇറാൻ ഇവിടെ പ്രതികരിക്കുന്നത്. സോ അതിന്റെ ബേസിലാണ് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നത്. സോ സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പലതും അമേരിക്കയും പ്ലാനിങ് ആണ്. ഇറാനെ ആക്രമിക്കണം, എണ്ണ ശേഖരവും യുറേനിയം പിടിച്ചെടുക്കണം, ലോക ശക്തിയായി മാറണം, മറ്റ് GCC കൺട്രീസിനെ ഭരിക്കണം. ഇങ്ങനെയുള്ള GCC കൺട്രീസിനെ ഡയറക്റ്റ് ഭരിക്കുന്നല്ല പറഞ്ഞത്. അവരുടെ ഒരു പേഴ്സൺ ഒരാളെ ഈ പൊളിറ്റിക്സിൽ ഇടപെടുന്ന രീതിയിലാക്കും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ
യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും കിട്ടുന്നില്ല നമുക്കറിയാം, അത് നാശനഷ്ടം മാത്രമാണ്. പക്ഷേ ഹൃദയം കൊണ്ട് ചിന്തിക്കുക, അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഹൃദയം കൊണ്ട് ചിന്തിക്കുക, എന്തിനാണ് ഈ വാർ? പിന്നെ ഇന്ത്യക്കാർ നമ്മൾ ഈ ഖമനീനെ എതിരാളിയായിട്ട് കാണുന്ന സ്ഥിതിക്ക് നമ്മൾ ലോജിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കുക എന്താണ് വേണ്ടെന്നുള്ളത്, എന്നിട്ട് സംസാരിക്കുക, ലോജിക്ക് വെച്ച് സംസാരിക്കുക. ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇറാനിലാണെങ്കിലും ഇപ്പം ഇപ്പറഞ്ഞ GCC കൺട്രീസൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ വേറെ എന്താണ് ഇതിനൊരു പ്രതിവിധി നമുക്ക് ആർക്കും അറിയത്തില്ല. മേ ബി പടച്ചോനെല്ലാം ശരിയാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. യുദ്ധം വേണ്ട, യുദ്ധം ഒരിക്കലും വേണ്ട. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാതിരിക്കുക. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്കറിയില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്ക് പടച്ചോനിലേക്കെല്ലാം വെച്ചാൽ പടച്ചോനാണെല്ലാം ചെയ്യേണ്ടത്. ബാക്കി ഈ ലോക നേതാക്കൾ ചിന്തിക്കണം സമാധാനം വേണമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു കാലം വരുമെന്ന് വിചാരിക്കുന്നു. ബൈ.